പശ്ചിമേഷ്യയെ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട് ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തി ഇസ്രയേൽ. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രവും മതസായുധ സൈന്യമായ IRGCയുടെ ആസ്ഥാനവും അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ ഇതിൽ ദുഃഖിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി പറഞ്ഞതിന് പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്കും നൂറുകണക്കിന് ഡ്രോണുകൾ പാഞ്ഞു. അതിനിടെ ഇറാന് നേരെ ഭീഷണിയുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ്. ഇറാൻ ഏറ്റവും വേദനിക്കുന്ന ആളുകളെയും കേന്ദ്രങ്ങളെയും ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇതിന് തുടക്കമിട്ടത് എന്നതാണ് ശ്രദ്ധേയം. മറുപടിയും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്നൊരു ദിവസം മാത്രം പശ്ചിമേഷ്യയിൽ 3 ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 3 മണിക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ പായുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് വീണ്ടും ഇറാനിലേക്ക് ആക്രമണമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ആക്രമണമുണ്ടായത് ഇറാനിലെ ഷിറാസ്, തബ്രീസ്, നാദൻസ് എന്നീ പ്രദേശങ്ങളിലേക്കാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഫോണുകൾ സംസാരിക്കുകയും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഫ്രാൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇറാനിൽ അവർ അണുവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ലോകം മൊത്തം തന്നെ അത് പേടിക്കേണ്ട കാര്യമാണ്. അവർ അണുവായുധം ഉണ്ടാക്കി അത് മറ്റ് രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ അത് വിനാശകരമായ ഒരു സംഭവത്തിലേക്കും ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കടക്കാനുണ്ടെന്നുള്ള നിലപാട് ഫ്രാൻസ് സ്വീകരിക്കുന്നു. അതുപോലെ ജർമ്മനിയും ഇംഗ്ലണ്ടും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതേസമയം തന്നെ തുർക്കി ഇറാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹമാസും അതുപോലെ ഹൂതികളും ഇറാന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു വൻ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ എത്രയും വേഗം അവരുടെ അണുവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾ പൂട്ടി അണുവായുധങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് സമ്മതിച്ച് രംഗത്തെത്തണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മാസങ്ങളായി 5 റൗണ്ട് ചർച്ചകളാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയത്. പക്ഷേ ഈ 5 റൗണ്ട് ചർച്ചയും ഒരിടത്തും എത്തിയില്ല. ഇനി 6ാമത്തെ റൗണ്ട് ചർച്ച ഈ വരുന്ന ഞായറാഴ്ച മസ്കറ്റിൽ നടത്താനിരിക്കെയാണ് അമേരിക്കയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുന്നത്. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയ ഇന്നത്തെ ആക്രമണത്തിൽ അമേരിക്ക എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അമേരിക്കയുടെ സമ്മതത്തോടെ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ. ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതോടെ കുതിച്ചുയർന്ന അസംസ്കൃത എണ്ണവില. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 12% ഉയർന്ന് $77.77 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 12.6% ഉയർന്ന് ബാരലിന് $76.61 സ്വർണ്ണവിലയിലും റെക്കോർഡ് മുന്നേറ്റമാണ്. ഇന്ന് ഗ്രാമിന് ഒറ്റയടിക്ക് 195 രൂപ ഉയർന്ന് 9,295 രൂപയായി. പവന് 1,560 രൂപ ഉയർന്ന് 74,360 രൂപയാണ് ഇന്നത്തെ വില.